ഏറ്റവും വലിയ കൗതുകം സ്വദേശ് എന്നുള്ളത് മാത്രമല്ല, സിനിമകൾ ആളുകളെ ഏതെല്ലാം തരത്തിലാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഒരു ചിന്ത. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അഭിജിത്ത് ദീപ്കയുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ ഏറ്റവും എളുപ്പമുള്ള സിനിമയാണ് സ്വദേശ് എന്നുള്ളത് കൊണ്ടാണ്. നമ്മളും ഒന്നിലേറെ തവണ കണ്ട സിനിമയാണ്. ആളുകളെ വല്ലാതെ എന്താണ് ദേശസ്നേഹികളായി തന്നെ നിലനിർത്തുകയും ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചിന്തയിലേക്ക് ആളുകളെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാണ് സ്വദേശ് എന്നുള്ള സിനിമ. അപ്പോൾ അത് എല്ലാ രാഷ്ട്രീയ കക്ഷികളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും അതൊക്കെ പ്രചോദനമായിട്ടുണ്ടാകാം പലതരത്തിൽ. അങ്ങനെ തന്നെയാണ് പല ഘട്ടങ്ങളിലായി വിലയിരുത്തപ്പെടുന്നത്. ഇതുപോലെ തന്നെയാണ് 2006 രംഗ് ദേ ബസന്തി എന്നുള്ള സിനിമ ഇറങ്ങിയ സമയത്ത്, അമീർ ഖാൻ്റെ സിനിമ ഇറങ്ങിയപ്പോൾ അതും ഇങ്ങനെയൊക്കെ വിലയിരുത്തപ്പെട്ടിരുന്നു. ആ സമയത്താണ് ഈ സമരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മെഴുകുതിരി കത്തിച്ചുകൊണ്ട് സമരങ്ങളിൽ ഏർപ്പെടുന്നതൊക്കെ അത് രംഗ് ദേ ബസന്തി എഫക്റ്റാണ് എന്നുള്ള വിലയിരുത്തലൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള സമരമാർഗങ്ങളും അല്ലെങ്കിൽ അത് സിനിമകൾ പ്രചോദനമാകുന്നത് ഇവിടെ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള ഒന്നാണ്. ഇതിങ്ങനെ പ്രചോദനമാകും, അതല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് വലുതായിട്ട് ആയിരിക്കും ചിലപ്പോൾ സംഭവിക്കുക എന്നുള്ളത് അറിയാവുന്നതുകൊണ്ടാണ് പ്രൊപ്പഗാൻഡ മൂവീസും ഇറങ്ങുന്നത്. ഇപ്പോൾ എന്താ വെച്ചാൽ പ്രൊപ്പഗാൻഡ മൂവീസ് എല്ലാവരും അവരവരുടേതായ രീതിയിലുള്ള പ്രൊപ്പഗാൻഡ മൂവീസ് കൊണ്ടുവരും. പക്ഷേ ഇപ്പോൾ ഭരണകൂടങ്ങൾ അവർക്ക് വേണ്ട താല്പര്യമുള്ള സിനിമകൾ കൊണ്ടുവരും. ഇപ്പോൾ കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ, അല്ലെങ്കിൽ കാശ്മീർ ഫയൽസ് പോലെയുള്ള സിനിമകൾ, ഇതൊക്കെ സ്വാഭാവികമായും സംഭവിക്കുന്നത് വെറുതെ അങ്ങ് സംഭവിക്കുന്നതല്ല, അതെല്ലാം ആസൂത്രിതമായി സംഭവിക്കുന്നത് തന്നെയാണ്. കാരണം ഇത് സ്വാധീനിക്കുന്നു ആളുകളെ എന്നതുകൊണ്ട്. കേരളത്തെക്കുറിച്ചുള്ള ഒരു പൊതുചിത്രം പലപ്പോഴും സാധാരണ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചർച്ച ചെയ്യാനോ പഠിക്കാനോ അന്വേഷിക്കാനോ താല്പര്യമില്ലാത്ത ആളുകൾക്കിടയിലേക്ക് എത്തിക്കപ്പെട്ടിട്ടുള്ളത് കേരള സ്റ്റോറിയിൽ കണ്ട കേരളം എന്ന 10-38,000 പേരെ IS അയച്ച കേരളം എന്ന നിലയ്ക്കൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ അത് സ്വാധീനിക്കുന്നതിനപ്പുറത്ത് ഒരു മൂവ്മെൻറ്റിനെ എത്രത്തോളം ഇതൊക്കെ സ്വാധീനിക്കുന്നു. നെൽസൺ മണ്ടേല പോലും പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ സിനിമകൾ സ്വാധീനിച്ചു എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ പ്രവർത്തന രീതിയെ. അപ്പോൾ എല്ലാ കാലത്തും ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ജർമ്മനിയിൽ ഹിറ്റ്ലർക്ക് സമ്പൂർണ്ണ നിയന്ത്രണം ഹിറ്റ്ലർക്കായിരുന്നു സിനിമയ്ക്ക് മേൽ. ആഗ്രഹിക്കുന്ന സിനിമകൾ അവരുടെ പേടിയായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് അവരെ അവതരിപ്പിച്ചത്. അപ്പുറത്ത് റഷ്യ ആണെങ്കിലും അതെ, കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് യൂണിയൻ ആണെങ്കിലും അവർക്ക് താല്പര്യമുള്ള തരത്തിലുള്ള സിനിമകൾ, ഇപ്പോൾ ബാറ്റിൽ ഷിപ്പ് പൊട്ടൻഗിങ് പോലെയുള്ള സിനിമകൾ അവിടെ നിന്നും വേറെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലെനിനായാലും ലോകത്തെ ഏറ്റവും മഹത്തരമായ സിനിമയാണ് എന്ന് ലെനിൻ ആ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ആ കഴിഞ്ഞ നൂറ്റാണ്ടിനെ മാറ്റിമറിച്ച കലയാണ്, അത് തുടരുന്നു അടുത്ത നൂറ്റാണ്ടിലും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്തരം വലിയ പ്രക്ഷോഭങ്ങളുടെ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴും സിനിമ അതിൻ്റെ വലിയ വലിപ്പത്തിൽ തുടരുന്നു എന്നുള്ള മറ്റു പല സംഗതികളും വന്നു. AI വന്നു, അത് സോഷ്യൽ മീഡിയ വിപ്ലവം എന്നുള്ള നിലയ്ക്ക് ഈ സമരങ്ങളെയൊക്കെ കാണുന്നു. അതെല്ലാം ഉള്ളപ്പോഴും പ്രചോദനം എന്നുള്ളത് അതിൻ്റെ ആണിവേര് ചെന്ന് തെരഞ്ഞു ചെല്ലുമ്പോൾ ഒരു സിനിമയാണ്, അല്ലെങ്കിൽ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയമാണ് എന്നുള്ളത് കൗതുകകരമാണ്. തീർച്ചയായും.